മഴയുടെ ശക്തി അല്പം കുറഞ്ഞെങ്കിലും ഇത് ഉണ്ടാക്കുന്ന ദുരിതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് കോഴിക്കോട് വെള്ളിപ്പറമ്പ് കുയ്യൽക്കാട്ടിൽ നൌഷാദിന്റെ വീടിന്റെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെ വർക്ക് ഏരിയയും ഒക്കെ താഴേക്ക് വന്നിരിക്കുകയാണ്. 3 മണി സമയമുണ്ട്. ഉഗ്ര ശബ്ദം കേട്ട് ഞാനും വൈഫും ഞെട്ടി ഉണർന്നിട്ട് എൻ്റെ വീട് തന്നെയാണോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. നമ്മൾ പുറത്തേക്ക് ഓടി. ആ ശബ്ദം അത്രയും ഭീകര ശബ്ദമായിരുന്നു. അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞ് ബെഡ്റൂമിൻ്റെ ജനൽ തുറന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ കിച്ചണും വർക്ക് ഏരിയയും ബാത്റൂമും എല്ലാം മറ്റൊരാളുടെ പറമ്പിലേക്ക് വീണടക്കുന്നത് കാണുന്നത്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. നല്ല ഉറപ്പോടുള്ള ബെൽറ്റൊക്കെ കെട്ടിയ കെട്ടായിരുന്നു. വേറൊരു ഭാഗം ഉണ്ടായിരുന്നു, ആ ഭാഗം ഒന്നായിട്ട് ഇടിഞ്ഞ് വീണുണ്ട്. ഇപ്പോൾ വീട് മാത്രം അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി വീടും ഭീഷണിയിലുള്ളത്, അപകടാവസ്ഥയിലുള്ളത്. മഴ ഇനിയും കനക്കുവാണെങ്കിൽ വലിയ ഒരു ഭീഷണി തന്നെയാണ്. ഇപ്പം നമ്മൾ കാഴ്ചയിൽ തന്നെ കാണാം, ഇപ്പോൾ ഒരു 2 ഭാഗവും ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണ്. അപ്പം വലിയ ഭീഷണിയിലാണല്ലോ അല്ലേ? അതെ, വലിയ ഭീഷണി തന്നെയാണ്. ഇനി മഴ തുടർന്ന് ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ വീടും പോകുന്നുള്ള അവസ്ഥയിലുള്ളത്. അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ആളുകൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ താമസിക്കരുത്, തൊട്ടടുത്തുള്ള വീട്ടിലുള്ളവർ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബന്ധു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. തൽക്കാലം ആളപായമൊന്നും ഉണ്ടായില്ല. നമ്മൾ പെട്ടെന്ന് ഓടിയതുകൊണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ ആരൊക്കെയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്? വീട്ടിൽ ഞാനും വൈഫും എൻ്റെ 2 പിള്ളേരും ഉണ്ടായിരുന്നു. അവരും ഈ ശബ്ദം കേട്ടിട്ട് ഓടി എൻ്റെ അടുത്തേക്ക് വന്നത്. എവിടുന്ന എന്താണെന്നും അറിയില്ലായിരുന്നു. നോക്കുമ്പോഴാണ് ഇത്ര നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായതും വീടിൻ്റെ ചുറ്റുഭാഗം ഒന്നായിട്ട് ഇടിഞ്ഞു കിച്ചണെല്ലാം പോയത് കാണുന്നത്. ഇവിടെ താമസമായിട്ട് കുറേ ആയോ? ഞാൻ ഇവിടെ ഉള്ള ആൾ തന്നെയാണ്. എൻ്റെ തറവാട് തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ ഈ വീട് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 4 വർഷമായിട്ടുള്ളൂ. വീടും അതിലൊക്കെ പുതിയതാണ്. അതായത് 4 വർഷം പഴക്കമുള്ളൂ. 4 വർഷം എന്ന് പറയുമ്പോൾ പുതിയ വീട് തന്നെയാണ്. അപ്പോൾ നല്ല ബെൽറ്റൊക്കെ ഇട്ട് കെട്ടിയതെല്ലാം താഴെ പോണിരിക്കുകയാണല്ലേ? അതാണ്, എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം പോയി. നൗഷാദ് എന്ത് ചെയ്യുന്ന? ഞാൻ ഓട്ടോ ഓടിക്കുന്നു. വീടിൻ്റെ ഒരു സിറ്റുവേഷൻ ഇതാണ്. വീട്ടു സാധനങ്ങളും മതിലും എല്ലാം അടക്കം താഴോട്ട് വേറൊരു പറമ്പിലേക്ക് വീണിരിക്കുകയാണ്. ഒരു തരത്തിലും താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഇതിൻ്റെ തറയോട് തൊട്ടടുത്ത് തന്നെ മണ്ണ് ഇനിയും ഇടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. നൗഷാദിൻ്റെ വീടിൻ്റെ മറ്റൊരു വശമാണ് ഈ കാണുന്നത്. 2 സൈഡും, അതായത് വീടിൻ്റെ പ്രധാന ഭാഗമായ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ പൂർണ്ണമായും ഇടിഞ്ഞ് താഴ്ന്ന ഒരവസ്ഥയിലാണ്. ചുറ്റുമതിലും സംരക്ഷണ മതിലും അതുപോലെ തന്നെ കിണറടക്കം ഇടിഞ്ഞ് താഴെ വീണ ഒരു സിറ്റുവേഷനാണ് ഇത്. കഴിഞ്ഞ ഒരു 4 വർഷമായിട്ടേ ഉള്ളൂ നൗഷാദ് ഇവിടെ താമസമാക്കിയിട്ട്. നല്ല ബെൽറ്റൊക്കെ വെച്ച് കെട്ടിയ മതിലൊക്കെ ആയിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. വലിയ അപകടാവസ്ഥയിലാണത്. ചെറിയൊരു മഴ പെയ്താൽ പോലും ബാക്കി ഭാഗം കൂടി താഴോട്ടേക്ക് പോരും എന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് അധികൃതരൊക്കെ ഇവിടെ സ്ഥലത്തെത്തി നൗഷാദിനോടും കുടുംബത്തോടും മാറി താമസിക്കാൻ ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലെ പ്രധാന ഒരു പ്രശ്നം വെച്ചാൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ആളാണ് നൗഷാദ്. നഗരത്തിലും ഇവിടെയൊക്കെ ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെട്ട് കാര്യമായ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരും ആവശ്യപ്പെടുന്നത്.